ഡൽഹി വിമാനത്താവളത്തിൽ രണ്ടാം ദിവസവും വിമാനങ്ങൾ വൈകുന്നു. ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിംഗ് സിസ്റ്റം തകരാറിലായതാണ് കാരണം. സാങ്കേതിക തകരാറ് പരിഹരിച്ചു വരുന്നതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി. തൗഫീഖ്, വലിയ പ്രശ്നമായോ? നിഷാദ്, അതൊരു വലിയ പ്രശ്നമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ പ്രശ്നം കണ്ടു തുടങ്ങിയത്. അതുമുതൽ നിരവധി വിമാനങ്ങളുടെ സർവീസിനെയാണ് ബാധിച്ചത്. പ്രതിദിനം 1500-ലധികം വിമാന സർവീസുകളാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൽഹിയിലെ മാത്രമല്ല മറ്റു രാജ്യാന്തര വിമാനത്താവളങ്ങളിലെ സർവീസുകളെ കൂടി ഇത് ബാധിച്ചിട്ടുണ്ട്. കൃത്യമായി ഡൽഹിയിൽ നിന്ന് വിമാനങ്ങൾ പോകാത്തതും വന്നിറങ്ങാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റു വിമാനത്താവളങ്ങളെ കൂടി ബാധിച്ചു എന്നാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഓട്ടോമാറ്റിക് സ്വിച്ചിംഗ് സിസ്റ്റം തകരാറിലായതാണ് ഇത്തരമൊരു പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. ATCയുടെ ഭാഗമായിട്ടാണ് ഈ സ്വിച്ചിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം മുതൽ തകരാറിലായത്. ഇതൊരു ഹാക്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പൂഫിംഗ് സംഭവങ്ങളൊന്നുമല്ല എന്നാണ് ഇപ്പോൾ വിമാനത്താവള അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇതൊരു സാങ്കേതിക തകരാറാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഭാഗികമായിട്ട് അത് പരിഹരിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് ചില വിമാന സർവീസുകൾ ഇതിനോടകം തന്നെ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ നിലയിലേക്ക്, സാധാരണ നിലയിലേക്ക് ഇതുവരെയും സർവീസുകളെ മാറ്റാൻ സാധിച്ചിട്ടില്ല. യാത്രക്കാരുൾപ്പെടെ ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ മറ്റു സംവിധാനങ്ങൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചുകൊണ്ട് ഇവരെ യാത്ര നടത്തണം എന്നുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ നിലവിലത്തെ പ്രശ്നം പരിഹരിച്ചു വരുന്നു എന്നാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെയും എയർ ഇന്ത്യയും എല്ലാം രാവിലെ മുതൽ നിരവധി സർവീസുകളാണ് ഡൽഹിയിൽ നിന്നും നടത്തുന്നത് സാധാരണ നിലയിൽ. അതെല്ലാം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് നിരവധി വിമാനങ്ങളാണ് ഇപ്പോഴും റൺവേയിൽ തന്നെ കിടക്കുന്നത്. നിരവധി യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്.